കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചപ്പോൾ ആദ്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും മുൻ ധനകാര്യമന്ത്രിയും വന്ന് മറുപടി പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഞാൻ ആ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ അതിനും മറുപടി പറയാൻ ഈ രണ്ട് ധനകാര്യമന്ത്രിമാരെയും കണ്ടില്ല. പകരം KFC ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുക. KFCയുടെ പത്രക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ അനിൽ അംബാനിയുടെ RCFL കമ്പനി ഏപ്രിൽ 20, 2018 ഇറക്കിയ ഒരു പ്രോസ്പെക്ടസ് ഉണ്ട്, ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്നാണ് പറയുന്നത്. അതായത് ഏപ്രിൽ 19 KFC തീരുമാനിക്കുന്നു NCFL അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ പ്രോസ്പെക്ടസ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നീട് 26 അവർ നിക്ഷേപിച്ചത്. 20 ഇറക്കിയ അവരുടെ ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നവർ മൊത്തം തുകയും നഷ്ടപ്പെടാനുള്ള റിസ്ക് കൂടിയാണ് എടുത്തിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ NCDയിൽ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഓരോ നിക്ഷേപകനും റിസ്ക് സ്വന്തമായി വിലയിരുത്തിയ ശേഷം മാത്രമേ നിക്ഷേപിക്കാവൂ. 3, സെബിയുടെയോ RBIയുടെയോ അംഗീകാരം ഇല്ലാത്ത NCD ആണ് ഇത്, നിക്ഷേപമാണിത്. അത് സെബിയുടെയും RBIയുടെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും അംഗീകാരമില്ലാത്ത NCDയിൽ പോയിട്ടാണ് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ കീഴിലൊരു പൊതുമേഖലാ സ്ഥാപനം ഈ പണമിട്ടത്. മാത്രമല്ല, നേരത്തെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി AA+ എന്ന് പറഞ്ഞല്ലോ, ആ AA+ൻ്റെ ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് വാച്ച് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ് എന്നുണ്ട് അല്ലേ. അത് തന്നെയാണ് ഇവരും ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ കോട്ട് ചെയ്തപ്പോൾ ഈ മെമ്മോറാണ്ടത്തിൽ ഈ കമ്പനിയും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ KFCയിൽ നിക്ഷേപിക്കുമ്പോൾ റേറ്റിംഗ് ഏജൻസികൾ ക്രെഡിറ്റ് വാച്ച് നൽകിയിരുന്നില്ല എന്ന സർക്കാരിൻ്റെയും KFCയുടെയും വാദം പച്ചക്കള്ളമാണ്. അതായത് 19 ഇവർ തീരുമാനിച്ച് 20 RCFL കൊടുക്കുന്ന ഈ മെമ്മോറാണ്ടത്തിൽ, ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിൽ വളരെ വ്യക്തമായി ഇവരുടെ ക്രെഡിറ്റ് ഏജൻസിയുടെ ഈ ക്രെഡിറ്റ് വാച്ച് എന്ന് വെച്ചാൽ സൂക്ഷിക്കണം, കാരണം ഈ കമ്പനിയുടെ സിസ്റ്റർ കൺസേൺസും പാരൻ്റൽ കൺസേൺസും എല്ലാം അപകടത്തിലാണ് എന്ന്. മാത്രമല്ല, ഈ നിക്ഷേപിക്കുന്ന സമയം അനിൽ അംബാനിയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം 50,000 കോടി രൂപ ഇന്ത്യയിലെ വിവിധ ദേശസാൽകൃത ബാങ്കുകൾക്ക് കടം വരുത്തി വെച്ചിട്ട് അവരത് തിരിച്ചെടുക്കാൻ വേണ്ടി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്ന സമയമാണ്. ആലോചിച്ച് നോക്കണം, കമ്പനിയൊക്കെ ഒരാളുടെ ഓണർഷിപ്പിലാണ്. അയാളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ബാങ്കുകളിൽ നിന്ന് ലോണെടുത്ത 50,000 കോടി രൂപ വിവിധ ബാങ്കുകളിൽ നിന്ന് തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ബാങ്കുകൾ നടപടിക്രമങ്ങളുമായി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നു. ആ സമയത്താണ് ഈ കൊണ്ടുപോയി സെബിയുടെ അംഗീകാരമില്ലാത്ത, RBIയുടെ അംഗീകാരമില്ലാത്ത മുതൽ പോലും, പലിശയുടെ കാര്യമല്ല പറയുന്നത്, മുതൽ പോലും നഷ്ടപ്പെടാൻ റിസ്ക് ഉണ്ട് ഒരു കമ്പനിയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞാണ്. KFCക്ക് ഒരു സംവിധാനമുണ്ട്, അത് അവരുടെ നോട്ടിൽ തന്നെ പറയുന്നത് സ്ട്രക്ചേർഡ് പേയ്മെൻറ്റ് മെക്കാനിസം. അവരുടെ ഒരു സാമ്പത്തിക ഘടനയുണ്ട്. എപ്പോഴും അവർ കരുതൽ ധനം സൂക്ഷിക്കും, കരുതൽ ധനം എപ്പോഴും സൂക്ഷിക്കും. ആ കരുതൽ ധനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 61 കോടി രൂപ അവർ 4/4/2018 ഫെഡറൽ ബാങ്കിൽ നിക്ഷേപിച്ചു. ഫെഡറൽ ബാങ്കിൽ എത്രയാണ് പലിശ എന്നറിയാം? 8.69% പലിശയ്ക്ക് ഫെഡറൽ ബാങ്കിൽ 61 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. എന്ന് വരെയാണ് നിക്ഷേപ കാലാവധി? 4/4/2022 വരെ, 4 കൊല്ലത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ KFCയുടെ സമ്പദ്ഘടനയുടെ ഭാഗമായി ഇത്ര % കരുതൽ ധനം സൂക്ഷിക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടത്. ആ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഉടൻ തന്നെ ഈ
ആ വർഷം തന്നെ നേരെ അവിടെ നിന്ന് കാലാവധി തുടങ്ങിയല്ലോ, അവിടെ നിന്ന് ആ പണം എടുത്തിട്ട് എന്താ പറയുന്നത്, ഇവർ പറയുന്നത് 8.90% പലിശ കിട്ടുന്ന ഈ കമ്പനിയിൽ കൊണ്ടുപോയി, ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പനിയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ഫെഡറൽ ബാങ്കിൽ ഇട്ടിരുന്നു. എത്രയുണ്ട് വ്യത്യാസം? പലിശയ്ക്ക് എത്രയുണ്ട് വ്യത്യാസം? ഫെഡറൽ ബാങ്കിൽ 8.69%, ഇവിടെ 8.9%, അതായത് 0.21% പലിശയാണ്. ഇവിടെ മുതലും സെക്യൂരിറ്റി ഉണ്ട്, മുതലിലും സെക്യൂരിറ്റി ഉണ്ട്, പലിശയ്ക്കും സെക്യൂരിറ്റി ഉണ്ട്. ഫെഡറൽ ബാങ്കിൽ അറിയാമല്ലോ, കാലാവധി പൂർത്തിയാക്കുമ്പോൾ ആ പണം കിട്ടും. എന്നിട്ട് മുതലിനും പലിശയ്ക്കും ഇൻസെക്യൂരിറ്റി ഉള്ള കമ്പനി കൊണ്ടുപോയിട്ട് അത് നിക്ഷേപിച്ചു 0.21% വ്യത്യാസത്തിൽ. 4 കൊല്ലത്തേക്ക് നിക്ഷേപിച്ച ഈ പണം ഫെഡറൽ ബാങ്കിൽ നിന്ന് എന്തിനാണ് ഈ മുങ്ങുന്ന ഈ കമ്പനിയിലേക്ക് മാറ്റിയത്? ചോദ്യത്തിന് ഒരു തരത്തിലുള്ള ഉത്തരവും ഈ ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 7 വർഷമായല്ലോ. ഈ RCFL നല്ല കമ്പനി ആയിരുന്നുവെങ്കിൽ വേറെ കാര്യം കൂടിയുണ്ട്. 61 കോടി രൂപ അവിടെ നിക്ഷേപിച്ചല്ലോ ഫെഡറൽ ബാങ്കിൽ. അത് കാലാവധി തീരുന്നതിന് മുമ്പ് അത് പിൻവലിച്ചപ്പോൾ തന്നെ 20 ലക്ഷം രൂപ പോയി. അതുകൊണ്ടാണ് RCFL നിക്ഷേപിച്ചപ്പോൾ 60.80 കോടി രൂപയായത്. 20 ലക്ഷം അവിടെ തന്നെ നഷ്ടപ്പെടുത്തി ഈ ട്രാൻസ്ഫർ കൊണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, RCFL ഈ പണം കിടന്നിരുന്നു, RCFLിൽ ഈ പണം കിടന്നിരുന്നുവെങ്കിൽ അവർ പറയുന്ന പലിശയ്ക്കകം ഇപ്പം നമുക്ക് കിട്ടേണ്ട തുക 110 കോടിയാണ്. അതിലാണ് 7.5 കോടി മാത്രം കിട്ടിയിരിക്കുന്നത്. 110 കോടി, ഇപ്പോൾ ഏകദേശം 102-103 കോടി രൂപ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിലാണ് ഈ പണം കടന്നിരുന്നെങ്കിൽ 109 കോടി രൂപ, 30 ലക്ഷം രൂപ നമുക്ക് കിട്ടുമായിരുന്നു. 1 കോടി രൂപയുടെ വ്യത്യാസമാണ്. മറ്റേത് ഇത് മുഴുവൻ പോയി, RCFLിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് മുതലും പോയി പലിശയും പോയി, ആകെ 7.5 കോടി രൂപ കിട്ടി. അപ്പോൾ ഈ ഫെഡറൽ ബാങ്കിൽ 8.69% ഇട്ടിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരുന്ന ഈ സംവിധാനം കൊണ്ടുപോയി എന്തിനാണ് 50,000 കോടി രൂപയുടെ കടബാധ്യതയുള്ള ഒരു കമ്പനിയിൽ പോയി നിക്ഷേപിച്ചത് എന്നതിൻ്റെ മറുപടി ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയും പറയണം, പഴയ ധനകാര്യമന്ത്രിയും പറയാം. ഇവരെല്ലാവരും കൂടി കൂട്ടുനിന്നിട്ട് രാഷ്ട്രീയമായ പിന്തുണയോടുകൂടിയാണ് ഇവരുടെ പാർട്ടി ബന്ധുക്കൾ KFCയിൽ കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ വാങ്ങിച്ച് ഈ നിക്ഷേപം നടത്തിയത്. സംസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്ന നഷ്ടമെന്ന് പറയുന്നത് 102-103 കോടി രൂപയുടെ നഷ്ടം കൊണ്ടുപോയി കളഞ്ഞു. അതായത് ഒരു മനുഷ്യൻ ചെയ്യാത്ത നിക്ഷേപമാണ്, ഒരു തരത്തിൽ ചെയ്യാത്ത, ഒരു സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. മാത്രമല്ല KFCയിൽ സ്റ്റേക്ക് ഉണ്ടല്ലോ ഗവൺമെൻറ്റിന്, ഇല്ലേ? സിഡ്ബിക്കുണ്ട്, സ്റ്റേക്ക് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തുക നിക്ഷേപം നടത്താൻ പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ അനുമതി വാങ്ങിക്കായിരുന്നത്? സർക്കാരിന് സ്റ്റേക്കില്ലേ? സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം ഇത്രയും കോടി രൂപ കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ അനുമതി പോലും മേടിക്കാതെ, ബോർഡ് യോഗം പോലും കൂടാതെയാണ് ഈ തീരുമാനമെടുത്ത് വളരെ വേഗത്തിൽ അതിന് മുമ്പിട്ടിരുന്ന ഈ ബാങ്കിലെ നിക്ഷേപം കൊണ്ടുപോയി അവിടെ ഇട്ടത്. ഇത് നല്ല അഴിമതിയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരവും രാഷ്ട്രീയവുമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ബോർഡ് ഇത് അറിഞ്ഞിട്ടില്ല. ബോർഡ് കൂടിയിട്ടില്ല. ബോർഡ് കൂടുന്നതിന് മുമ്പ് ഈ നിക്ഷേപത്തിനുള്ള തീരുമാനമായി. ഞാനത് കഴിഞ്ഞ ദിവസം ബോർഡ് കൂടിയതിൻ്റെ ഡേറ്റ് പറഞ്ഞു. ബോർഡ് കൂടിയതിൻ്റെ ഡേറ്റിന് വളരെ മുമ്പ് തന്നെ, ബോർഡ് കൂടുന്നതിന് മുമ്പ് തന്നെ ഈ തീരുമാനമെടുത്ത് ഈ പണം നിക്ഷേപിച്ചു. ഇതിപ്പോൾ ലാസ്റ്റാണ് നമ്മൾ പറയുന്നത്. നിയമപരമായും രാഷ്ട്രീയമായും ഈ വിഷയത്തെ നേരിടും. സംസ്ഥാനത്തിന് 102 കോടി രൂപ നഷ്ടപ്പെടുത്തിയ കേസല്ല, അതിന് ഉത്തരം പറയണ്ടേ? അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. അന്ന് പറഞ്ഞത് AA+ ഉണ്ടെന്നാണ്. ഒറ്റ മറുപടിയാണ്. ഏത്? ഈ സ്ഥാപനത്തിൽ. അപ്പോഴാണ് ഞങ്ങൾ ആ AA+ കൊണ്ടുവന്നിട്ട് അത് ക്രെഡിറ്റ് വാച്ച് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. കാരണം
ഈ അനിൽ അംബാനിയുടെ ഈ സ്ഥാപനത്തിൻ്റെ സഹോദര സ്ഥാപനങ്ങൾ അപകടത്തിലാണ്. നമ്മളൊരു കമ്പനിയിൽ നിക്ഷേപിക്കാൻ പോകുമ്പോൾ 2-3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ പാരൻറ്റ് ബോഡി, മാതൃസ്ഥാപനം. 2, സഹോദര സ്ഥാപനങ്ങൾ. 3, ഈ സ്ഥാപനത്തിൻ്റെ 3 വർഷക്കാലത്തെ ബാലൻസ് ഷീറ്റ്. ഈ കമ്പനി തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഈ കമ്പനി മാതൃ കമ്പനിയിൽ നിന്ന് വിഭജിച്ച് ഈ കമ്പനി തുടങ്ങിയിരിക്കുക. മാതൃ കമ്പനി വെള്ളത്തിലായപ്പോഴാണ് വീണ്ടും ആളുകളെ പറ്റിച്ച് നിക്ഷേപം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ കമ്പനി, അതറിയാലോ നിങ്ങൾ, കോർപ്പറേറ്റുകൾ ഇങ്ങനെ പുതിയ കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും പുതിയ കമ്പനികൾ ഫ്ലോട്ട് ചെയ്യുകയും. ഇപ്പോൾ ഹിൻഡർബർഗ് റിപ്പോർട്ടിൽ അദാനിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ, പല ഷെൽ കമ്പനികൾ ഉണ്ടാക്കും, പല നിക്ഷേപങ്ങൾ ഇവർ സ്വീകരിക്കും, പണം കിട്ടിക്കഴിയുമ്പോൾ അതങ്ങോട്ട് മാറ്റും, വേറെ വഴിക്ക് മാറ്റും. അങ്ങനെയാണ് ഇത് എല്ലാം തകർന്നത്. ഞാൻ പറയുന്നത് ഒരു സാമാന്യ യുക്തിക്ക് അന്ന് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങളിലും എല്ലാം അനിൽ അംബാനിയുടെ കമ്പനി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത വരികയാണ്. 50,000 കോടിക്ക് ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് ഈ കമ്പനിക്കെതിരായി. അപ്പം തന്നെ ഇവർ അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക വിദഗ്ധനായ ധനകാര്യ മന്ത്രിയായിരുന്നു അന്നുണ്ടായിരുന്നു, അദ്ദേഹം ഇതിനെ ഓൺ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇല്ല, അദ്ദേഹത്തിൻ്റെ പേര് പറയില്ല, അദ്ദേഹം ഇതിനെ ഓൺ ചെയ്യുകയാണ്. അദ്ദേഹം ഈ പ്രോസ്പെക്ടസ് വായിച്ചു നോക്കിയിരുന്നു എങ്കിൽ ഈ ക്രെഡിറ്റ് ഏജൻസി AA+ കൊടുത്ത ക്രെഡിറ്റ് ഏജൻസി എന്തുകൊണ്ടാണ് AA+ കൊടുത്തതെന്നും എന്തിനാണ് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് വാച്ച് എന്ന് എഴുതി വെച്ചതെന്നും അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കൊണ്ടുപോയി ഇതുപോലത്തെ കമ്പനി കമ്മീഷൻ മേടിച്ചിട്ട് ചെയ്തതാണ്. ആണ് ഉറപ്പായിട്ടും. ഡയറക്ടർ ബോർഡിലല്ല, അവിടെയുള്ള ചില ആളുകളുണ്ട്, പാർട്ടി ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ആ സ്ഥാപനത്തിലുണ്ട്. അവർക്ക് നേരിട്ടാണ് പാർട്ടിയായിട്ട് ബന്ധം, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ശ്രീ തോമസ് ഐസക് ഇതിനെ ഓൺ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി അറിവോടുകൂടിയാണ് നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തന്നല്ലോ, ക്രെഡിറ്റ് ഏജൻസി പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് AA+ കൊടുത്തിരിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ കമ്പനിയെ ശ്രദ്ധിക്കണം എന്ന് റേറ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുക. അത് തന്നെയാണ് ഈ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. സെബിയുടെ അംഗീകാരമില്ലാത്ത, RBIയുടെ അംഗീകാരമില്ലാത്ത ഒരു 2 കൊല്ലമായി തുടങ്ങിയ ഒരു കമ്പനി, 3 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് വേണമെന്നാണ്. 2 കൊല്ലമായിട്ടുള്ള തുടങ്ങിയിട്ടുള്ള കമ്പനിയിൽ ആ കമ്പനി തന്നെ ഇന്ത്യയിൽ എത്ര കമ്പനിയുണ്ട് നന്നായി പോകുന്നു, വലിയ ലാഭത്തിൽ പോകുന്നു. അവിടെ എന്നും കൊണ്ടുപോയി നിക്ഷേപിക്കാതെ ബാങ്കിൽ കിടത്തിരിക്കുന്ന ഈ പൈസ എടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു, ബാങ്കിലിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ്, അന്ന് അവർ 15% പലിശ കിട്ടുമെന്ന്, 0.2% വ്യത്യാസം പലിശ. അല്ല, പറഞ്ഞത് റേറ്റിംഗ് ഏജൻസിയുടെ അടിസ്ഥാനത്തിലാണ്. റേറ്റിംഗ് ഏജൻസിയുടെ റിപ്പോർട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് തന്നു. റേറ്റിംഗ് ഏജൻസി തുടങ്ങിയ കമ്പനിക്ക് നിങ്ങൾ മനസ്സിലാക്കണം, മാതൃ കമ്പനി പൊളിയാണ് RCL. അല്ലല്ല 2018 അവർ കോടതിയിൽ പോയി കഴിഞ്ഞ് NCL പൈസ കിട്ടാനുള്ള, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ പൈസ കിട്ടാനുള്ള ആളുകൾ കോടതിയിൽ പോയി കഴിഞ്ഞ് അത് 2019 ജനുവരി തന്നെ അവരുടെ വിധിയും വന്നു. നേരത്തെ തന്നെ NCL പോയി കഴിഞ്ഞു. നിങ്ങൾ എടുത്തു നോക്കിക്കോ, മുഴുവൻ രേഖകൾ ഞാൻ വേണമെങ്കിൽ തരാം, മുഴുവൻ രേഖകളും. ആ സമയത്ത് കമ്പനി പൊളിഞ്ഞു തുടങ്ങി. മാത്രമല്ല ഇവർ ക്രെഡിറ്റ് വാച്ച് എന്ന് പറയാൻ ഈ ക്രെഡിറ്റ് ഏജൻസി, താങ്കൾ ചോദിച്ച ചോദ്യം കറക്റ്റാണ്. അതിൻ്റെ അടിയിൽ അവർ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇവരെ AA+ കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡിപെൻഡൻറ്റ് കമ്പനിയാണ്, ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് AA+ തുടങ്ങിയത്. അപ്പോൾ തുടങ്ങിയല്ലോ കമ്പനി 2 കൊല്ലമായിട്ട്. അപ്പോൾ അതിന് വേറെ ബാധ്യതയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് വാച്ച് എന്ന് ക്രെഡിറ്റ് ഏജൻസി പറഞ്ഞത്? അവരുടെ മാതൃ കമ്പനി അപകടത്തിലാണ്, സഹോദര കമ്പനി അപകടത്തിലാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞ തെറ്റാണ്. കാരണം ഈ ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ, സർക്കാർ ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ട് വാങ്ങിച്ചിട്ടാണ് നിക്ഷേപിച്ചതെന്ന് പറഞ്ഞത്. ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ തകരുകയാണ് എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഞാൻ കാണിച്ചത്, ഞാൻ പ്രൂഫ് തരാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്ന. നിക്ഷേപത്തിന് മുമ്പ് ക്രെഡിറ്റ് ഏജൻസിയുടെ നിന്ന് റിപ്പോർട്ട് പഠിക്കുന്ന എപ്പോഴാണ്? നിക്ഷേപത്തിന് മുമ്പ്. ആ ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ AA+ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് വാച്ച് എന്ന് എഴുതി. സൂക്ഷിക്കണമെന്നാണ്.
കാരണം ആഫ്റ്റർ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവർ. എന്തുകൊണ്ടാണ് ഞങ്ങളിത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, മാതൃ കമ്പനി മോശം സ്ഥിതിയിലാണ്. സിസ്റ്റർ കൺസേൺ ഭീകരമായ, അതായത് റേറ്റിംഗ് ഡി ആണ്. ഡി ആണ് റേറ്റിംഗ്. ഈ നിക്ഷേപിക്കുന്നതിന് തൊട്ട് മുമ്പാണ്, ആ റേറ്റിംഗ് ഏജൻസിയുടെ റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് ഡി ആണ് റേറ്റിംഗ് സഹോദര സ്ഥാപനം. അപ്പോഴാണ് ഈ 50,000 കോടി രൂപയുടെ കടമുള്ളതുകൊണ്ടാണ് റേറ്റിംഗ് ഡി ആയത്. അത് ക്ലിയർ അല്ലേ? തെറ്റാണ് AFC എന്ന് പറഞ്ഞത്. 2018 ഈ സ്ഥാപനങ്ങൾ, സഹോദര സ്ഥാപനങ്ങൾ തകർന്നിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. സഹോദര സ്ഥാപനങ്ങൾ തകർന്നു തുടങ്ങി എന്ന് ക്രെഡിറ്റ് ഏജൻസി തന്നെ ഇവർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കോപ്പി അയച്ചു തന്നിട്ടുണ്ട്. ഇനിയും ക്രെഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഏജൻസി അയച്ചു തരാം. നിങ്ങൾ അതിൽ നോക്കിക്കോ, അതിൽ എഴുതിയിട്ടുണ്ട് ഡി ആണെന്ന്. റേറ്റിംഗ് ഡി ആയിപ്പോയി. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ ആണ് 50,000 കോടി രൂപയുടെ ബാധ്യതയാണ് അവർക്കുള്ളത്. 50,000 കോടി രൂപ, 50,000 കോടി അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഈ കാശെടുത്തിട്ട് ആ കമ്പനിയിൽ കൊണ്ടുപോയി പൈസ ഇടുന്നത്. ഭയങ്കര മാത്രമല്ല, പിന്നെ കരുതൽ ധനമായി സൂക്ഷിക്കണം എന്നുള്ള അവിടുത്തെ സമ്പദ്ഘടനയെ, ആ പ്രിൻസിപ്പലിനെ ലംഘിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. കരുതൽ ധനം അല്ലല്ലോ ഇത്. കരുതൽ ധനം സൂക്ഷിക്കേണ്ട എവിടെയാ? ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. ഇതുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടാൽ ചിലപ്പോൾ മുതലും പോവും പലിശയും പോകാനുള്ള റിസ്ക് ഉള്ള സാധനത്തിൽ കൊണ്ട് കരുതൽ ധനം എങ്ങനെ നിക്ഷേപിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു, KFCയുടെ പാർട്ടിയുടെ ബന്ധുക്കളാണ് ഇതിൻ്റെ ഇടനിലക്ക. CPMൻ്റെ പാർട്ടി ബന്ധുക്കളാണ് ഇതിൻ്റെ ഇടനിലക്ക. നമ്മുടെ സാമാന്യ യുക്തി വെച്ച് നിങ്ങൾ ചോദിക്കും, ആരെങ്കിലും ഇടുമോ? ഒരു വ്യക്തി ഇടുമോ? ഒരു സ്ഥാപനം ഇടുമോ? ഇങ്ങനെ കൊണ്ടുപോയി ഇടുമോ? ഫിക്സഡിൽ കിടക്കുന്ന സാധനം കൊണ്ടുപോയിട്ട് അവിടെ ഇത് വലുതാവൂലല്ലോ. ഷെയർ പോലെ അല്ലല്ലോ, ഡിബഞ്ചറല്ലേ, ഈ പലിശ കിട്ടുള്ളൂ. ഇപ്പം ഷെയർ വാല്യൂ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിസ്ക് എടുക്കാം. 100 രൂപയുടെ ഷെയർ നമ്മൾ 100 രൂപയ്ക്ക് എടുത്തു, ഇവരെ അടിച്ചു കയറി ഒരു 1,500 രൂപയുടെ ഷെയർ 15 ഇരട്ടി ആയി. അപ്പോൾ നമ്മുടെ വാല്യൂ കൂടും. NCDയിൽ ഇത് വലുതാവില്ല. എപ്പോൾ ഇട്ടാലും ഈ പലിശ കിട്ടുള്ളൂ. ഈ 0.21% പലിശയുടെ വ്യത്യാസത്തിന് വേണ്ടി ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റാണ് അങ്ങോട്ട് കൊണ്ടിട്ട്, അല്ലാതെ ഷെയർ അല്ല. അല്ല, അത് അവർ തന്നെ കൊടുത്ത പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അതിൽ തന്നെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഇതൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. കറക്റ്റായിട്ട് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. ആ പ്രോസ്പെക്ടസ് വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു ഇതുമില്ലാണ്. കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിലുണ്ട്, അതിൽ ആദ്യത്തെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. സെബിയുടെ RBIയുടെ അംഗീകാരമില്ല, NCD ആണ്. The debentures have not been recommended or approved by the Securities and Exchange Board of India, nor does SEBI guarantee the accuracy or adequacy of this document. SEBI ഇതിൻ്റെ ഒരു കൃത്യതയെക്കുറിച്ചും ഒന്നും പറയുന്നില്ല. അവരുടെ അംഗീകാരമില്ല, RBIയുടെ അംഗീകാരമില്ല. ഇതിൽ കൊണ്ടുപോയിട്ടാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. റിസ്ക്കാണ്. ആ റിസ്ക് ഉള്ളതിൽ കൊണ്ട് ബാങ്കിൽ കിടക്കുന്ന പൈസ ഒരു ലാഭവും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഷെയറാണ് കൊണ്ടുപോയിട്ടിട്ട് ഷെയർ വലുതാവും എന്നുള്ള പ്രതീക്ഷ ആണെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഈ പലിശയ്ക്ക് വേണ്ടി മാത്രം ഈ ബാങ്കിൽ കിടന്നിരുന്ന പൈസ കൊണ്ട് ഇടുകയാണ്. ഇനി ശരിയായിട്ട് നടന്നാൽ പോലും 7 കൊല്ലം കഴിഞ്ഞാൽ, ഇപ്പോൾ 7 കൊല്ലം കഴിഞ്ഞപ്പോൾ 1 കോടി രൂപയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. 110 കോടി രൂപ അവിടെ കിട്ടുമായിരുന്നു, ഇവിടെ 109 കോടിയെ ഫെഡറൽ ബാങ്ക് കിട്ടുള്ളൂ. പക്ഷെ ഇവിടുത്തെ മുതലും പലിശ ഉറപ്പാണ് അല്ലേ? നാഷണലൈസ്ഡ് ബാങ്ക് അല്ലേ, മുതലും പലിശ ഉറപ്പാണ്. വയനാട്ടിലെ സംഭവത്തിൽ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്
അല്ല, നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. പാർട്ടിയുടെ അന്വേഷണം നടത്തുക. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പാർട്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിയാണോ എന്ന് പാർട്ടി അന്വേഷണം നടത്തിയിട്ടൊരു ഫൈൻഡിങ് വന്നാൽ അതിൻ്റെ അകത്തൊരു തീരുമാനം പാർട്ടി എടുക്കും. പോലീസ് പരാതിയുടെ പുറത്ത് കേസ് എടുത്തിട്ടുണ്ട്. അത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഞങ്ങൾ അതിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. FIR രജിസ്റ്റർ ഇതിനെതിരായിട്ടൊന്നും പറഞ്ഞില്ല. അല്ല, പാർട്ടിക്ക് അന്വേഷിക്കണമല്ലോ. പാർട്ടി അന്വേഷിക്കണത് ഇതിനകത്ത് എന്തെങ്കിലും തട്ടിപ്പുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ആക്കിയിരിക്കുന്നതാണോ, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി, എന്താണ്, ഇവർ കുറ്റക്കാരാണോ എന്ന് പാർട്ടി അന്വേഷിക്കുന്നത് ആഭ്യന്തര സംവിധാനമാണ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള സംവിധാനമാണ്. അതും പോലീസ് അന്വേഷണത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് പരാതി തന്നിട്ടുണ്ട്. പാർട്ടിക്ക് പരാതി തന്നതിൻ്റെ പുറത്താണ് പാർട്ടി അന്വേഷിക്കുന്നത്. അല്ലല്ല, അത് പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനം എടുക്കുക. ഞാൻ പറയാം, അതായത് പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനം എടുക്കുകയല്ലല്ലോ. ഇവിടെ പാരലായിട്ട് മറ്റൊന്ന് നടക്കുന്നുണ്ടല്ലോ. പാർട്ടി അന്വേഷിക്കണ്ടേ? ഒരു പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുപോലത്തെ ഒരു പരാതി കിട്ടിക്കഴിയുമ്പോൾ അത് ഞങ്ങൾ മടക്കി വെച്ചാൽ മതിയാണ്. ഞാനും KPCC പ്രസിഡന്റും കൂടി ആലോചിച്ചിട്ടാണ് ഞങ്ങളുടെ ഒരു കമ്മീഷൻ വെച്ച് അന്വേഷിക്കുന്നത്. ഞങ്ങൾക്കും വിവരങ്ങൾ കിട്ടണ്ടേ, യഥാർത്ഥ വിവരങ്ങൾ കിട്ടണമല്ലോ കൃത്യമായിട്ട്. അതും പോലീസ് അന്വേഷണത്തെ മറ്റെന്താ അറിയാമോ? മറ്റത് പോലീസ് അന്വേഷണം ഉണ്ടാവാറില്ല, ഇതേ നടക്കുള്ളൂ. അല്ല, നമ്മുടെ ശ്രദ്ധയിൽ ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ മുമ്പിൽ ഈ പരാതി വരുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് എനിക്ക് തരുന്നത്. എനിക്ക് ഇദ്ദേഹത്തെ വ്യക്തിപരമായി അടുപ്പമുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നോട് അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. KPCC പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് അറിയില്ല. അദ്ദേഹത്തിന് അറിയില്ല, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. നമുക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങൾക്ക് അറിയില്ല. അറിയണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇടപെടില്ലേ? അങ്ങനെ ഒരു ഈ കത്ത് നമുക്ക് ഇപ്പോഴല്ലേ അയക്കുന്നത്, ആളുടെ മരണശേഷമല്ലേ? അല്ലല്ല, പുള്ളി അത് വായിച്ചിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞത്. ഈ കത്ത് കിട്ടിയത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കത്ത് വന്നത് അവർ പറഞ്ഞല്ലോ 2 ദിവസം മുമ്പാണ് തന്നത്. നമുക്കില്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ടുപോയിട്ട് അവിടെ മുറിക്കകത്തിരുത്തി അവർക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബെഡ്റൂമിൽ കൊണ്ട് ഇരുത്തി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ വായിച്ചു നോക്കി എൻ്റെ സംശയങ്ങൾ. അതാണ് അവർ പറഞ്ഞത്. ചില ഏരിയയിൽ എനിക്ക് ക്ലാരിറ്റി വന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവരുദ്ദേശിച്ചത് പറഞ്ഞു. അല്ലല്ല, അത് ചെയ്യണമല്ലോ. അല്ല, അത് കേസും അതും വേറെ. ഞാൻ പറഞ്ഞുതരാം. ആ കുടുംബത്തിന് ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ വഴി സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടോ, ഈ കാരണം കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഉണ്ടായത്? ഇങ്ങനെ ഈ പാർട്ടിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. വ്യക്തികളാണ് ചെയ്തതെങ്കിലും പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ചെയ്തതെങ്കിൽ കുടുംബത്തോടൊരു ഉത്തരവാദിത്വം ഇല്ലേ? കുടുംബം കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ പരാതി തന്നാൽ അതുകൊണ്ടല്ലേ, അല്ലാതെ നമുക്ക് ഒതുക്കി തീർക്കാൻ പറ്റുന്ന കേസല്ലല്ലോ. ഞങ്ങൾ ഒതുക്കി തീർക്കാനല്ലല്ലോ ശ്രമിക്കുന്നത്. ഞങ്ങൾ കുടുംബത്തിൻ്റെ പരാതി, മരിച്ചുപോയ ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവിൻ്റെ കുടുംബം പാർട്ടിക്ക് പരാതി എന്നപ്പോൾ പാർട്ടിക്ക് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും, എങ്ങനെ അത് അവരെ സഹായിക്കാൻ പറ്റും എന്നും കൂടിയുള്ള ആലോചനയാണ്. രാജു പറഞ്ഞതുപോലെ ബാക്കിയുള്ളത് നിയമത്തിൻ്റെതായ വഴിക്ക് അന്വേഷിച്ച് ബാക്കി പൊക്കോട്ടെ, അവർ അന്വേഷിച്ചോട്ടെ. അതിനെന്താ? അല്ല, അത് പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. പാർട്ടി അത് ശ്രദ്ധിക്കും. അത് റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നിട്ട് നമുക്ക് അതനുസരിച്ചുള്ള അല്ല, അത് ശരിയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശരിയാതെ? അത് ശരിയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കയറി അഭിപ്രായം പറയട്ടെ. അത് ശരിയാണോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ഇല്ലാത്ത ജോലിക്ക് ആർക്കെങ്കിലും പൈസ മേടിക്കാൻ പറ്റുമോ? അതൊക്കെ അന്വേഷിക്കട്ടെ. ഞാനൊരു അന്വേഷണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അന്വേഷണത്തിനിടയിൽ ഞാനൊരു കമൻറ്റ് പറയുന്ന ശരിയല്ല. നമ്മളിവിടെ രാജ്യം വിട്ടു പോകണമെന്നില്ല. റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ പറയും. നമ്മൾ പാർട്ടി അതിനകത്ത് സത്യസന്ധവും നീതിപൂർവമായ നടപടികളെ സ്വീകരിക്കുള്ളൂ. ഒരു സംശയം അക്കാര്യത്തിലുമായിട്ട്, ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിലുണ്ടാവില്ല. ഞാൻ ഇന്നലെ അത് പറഞ്ഞു ക്ലോസ് ചെയ്താണ്. അതായത് ഒരു ചർച്ച ഇപ്പം നടക്കുന്നില്ല.
അല്ല, അതൊന്നും വ്യക്തിപരമായ കാര്യമല്ല. ഞാൻ പറഞ്ഞത് അതൊക്കെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം പാർട്ടിയും UDF നേതൃത്വം എടുക്കും. ശരി. രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു നിയന്ത്രണമില്ല. അദ്ദേഹത്തിന്റെ സംഭാഷണ പ്രതികരണങ്ങളിൽ രാഷ്ട്രീയ നിലപാടെടുക്കുന്ന വിരുദ്ധമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രത്യേക രാഷ്ട്രീയ ശൈലിയാണ്. ഇത് UDF ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ എടുക്കുന്നത് അത് ഗുണകരമാണോ, അതാ UDF രാഷ്ട്രീയ ശൈലിക്ക് ആശ്വാസമാണോ? ഞങ്ങൾ എടുക്കുന്നത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ചർച്ചയിൽ താങ്കൾ പറഞ്ഞ ഈ പോയിന്റും കൂടി നമുക്ക് പരിഗണിക്കാം ആ ചർച്ച നടക്കുമ്പോൾ. നോ കമൻസ്. നമ്മളത് പറയണത് ശരിയല്ലല്ലോ. ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ എന്തിനാണ് പറയണത്? അദ്ദേഹത്തിൻ്റെ കാര്യം പാർട്ടിയോ UDF ഇപ്പം ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും നോക്കുമല്ലോ. ഒരു പാർട്ടിയോ ഒരു വ്യക്തിയോ ഒരു സംഘടനയോ UDFിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആലോചിക്കുമല്ലോ. അല്ല, അതൊക്കെ ചർച്ചകളിൽ വലിയ പരിണിതപ്രജ്ഞരായ നേതാക്കളുള്ളൊരു സംവിധാനമാണ് UDF. അവരുടെയൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ബാക്കി കാര്യങ്ങളൊക്കെ പരിഗണിച്ച് രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് ഒരു തീരുമാനം. ഇപ്പം ഇല്ല, എന്തായാലും ഇപ്പോൾ ഒരു ചർച്ചയില്ല. അല്ല, CPM കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? CPM കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? 2 കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊന്നിട്ട് അതിൽ പ്രതികളായി കോടതി ശിക്ഷിച്ച ആളുകൾക്ക് അവരെ കോടതിയിൽ അവിടേക്ക് ചെല്ലുമ്പോൾ ഇരട്ട ജീവപര്യന്തം കിട്ടിയ ക്രിമിനലുകളെ മുദ്രാവാക്യം വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണോ? ആണോ? നിങ്ങൾ എന്ത് മെസ്സേജാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ ഇതുപോലെ ചെയ്താലും പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ലേ? ഇരട്ട ജീവപര്യന്തം 2 വീട്ടിലെ കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ ആളുകളെ പാർട്ടി നേതാക്കന്മാർ ജയിലിൻ്റെ മുമ്പിൽ നിന്നും മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുക. പാർട്ടി നേതാക്കന്മാർ പോയി ജയിലിൽ കണ്ട് അവരെ ആശ്വസിപ്പിക്കുക. കുടുംബത്തെ, വിക്ടിമിൻ്റെ ഇരകളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. ജയിലിൽ പോയ പ്രതികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതാക്കന്മാർ പോവുക. നമ്മളിപ്പോൾ രാഷ്ട്രീയ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് റിമാൻഡിൽ പോയ ആളുകൾ റിമാൻഡിൽ നിന്നും പോരുമ്പോൾ സ്വീകരണം കൊടുക്കും. അത് രാഷ്ട്രീയ കാരണത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരെയാണ് അല്ലേ? ഇത് കുഞ്ഞുങ്ങളെ കൊന്നവരല്ലേ? എന്തൊരു മെസ്സേജാണ് ഈ പാർട്ടി കൊടുക്കുന്നത്? അപകടകരമായ രീതിയിലേക്കാണ് കേരളത്തിലെ വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഹീനമായ ഒരു സന്ദേശമാണ് CPM ചെയ്യുന്നത്. അവർ റിഗ്രറ്റ് ചെയ്യും, ദുഃഖിക്കും. അതെ.